ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. ഇന്നൊരു സിമ്പിൾ കറിയുടെ റെസിപ്പിയാണ്, എന്നാൽ ടേസ്റ്റിയാണ് കേട്ടോ. അതായത് ഗ്രീൻ പീസ് കൊണ്ടുള്ളൊരു കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കൊരു 4-5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു സവോള ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരട്ടെ. വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഒരു സവാളയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, അതിട്ട് കൊടുക്കാം. അതും ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടണം. സവാളയൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു 2 പച്ചമുളക് മതി. കാരണം നമ്മൾ 1 കപ്പ് ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പം പച്ചമുളക് ഒന്ന് വാടിയിട്ടുണ്ട്. അതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് വഴന്ന് വരട്ടെ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അരപ്പിൻ്റെ പച്ചമണം എല്ലാം മാറി വരട്ടെ. നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അരപ്പൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് മുറിച്ചൊന്ന് ഇട്ട് കൊടുക്കാം. അതും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇനി അടുത്തയായിട്ട് നമുക്ക് ഗ്രീൻ പീസാണ്, ഫ്രോസൺ ഗ്രീൻ പീസാണ് കേട്ടോ. അപ്പോൾ അതിനധികം വേവൊന്നുമില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിത് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. അരപ്പൊക്കെ ഒന്ന് പിടിക്കട്ടെ. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം മതി. അത് മുങ്ങി നിൽക്കത്തക്ക വിധത്തിലുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അതൊന്ന് വറ്റി വരട്ടെ. ഗ്രീൻ പീസ് ഒക്കെ വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഞാനിത് പശുവിൻ പാലാണ് ചേർക്കുന്നത്. ഇപ്പോൾ തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വിലയല്ലേ, തേങ്ങയ്ക്ക് ഭയങ്കര വിലയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പശുവിൻ പാൽ ചേർത്ത് കൊടുക്കാമെന്ന്. പിന്നെ കുറച്ച് പശുവിൻ പാൽ ചേർത്തു, കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ഗ്രീൻ പീസ് കറി അവിടെ റെഡി ആയിട്ടുണ്ട്. ദോശയ്ക്കും ചപ്പാത്തിക്കും എന്തിൻ്റെ കൂടെ ഇത് കഴിക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.